എം.എൽ.എക്കും പറയാനുണ്ട്. ഷെക്കീന ന്യൂസിൻ്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഷെക്കീന ന്യൂസിൻ്റെ പ്രത്യേക പ്രോഗ്രാം എത്തിയിരിക്കുന്നത് ചാലക്കുടി നിയോജക മണ്ഡലത്തിലാണ്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൻ്റെ എം.എൽ.എ സനീഷ് കുമാർ ജോസഫാണ്. എം.എൽ.എ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ടറിയാം. ചാലക്കുടി കൊച്ചിയുടെ ഒരു അനുബന്ധ നഗരമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സാധ്യതകളാണ് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ചാലക്കുടി നമുക്ക് എല്ലാവർക്കും അറിയാം, അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, ചാലക്കുടി പുഴ അടക്കമുള്ള ഏറ്റവും പ്രകൃതി രമണീയമായിട്ടൊരു സ്ഥലമാണ്. ചാലക്കുടിയിൽ ഇതുവരെ ഇല്ലാതിരുന്നൊരു ടൂറിസം നമുക്ക് ഒരുപാട് സാധ്യതകളുള്ളതാണ്. നമ്മളൊരു ടൂറിസം ഒരു വർഷം 30 ലക്ഷത്തോളം ആളുകൾ അതിരപ്പള്ളിയിൽ വന്നു പോകുന്നതാണ്. അതിരപ്പള്ളിയെയും വാഴച്ചാലിനെയും നമ്മളൊരു ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ളൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് അവിടെ കൂടുതൽ ആക്ടിവിറ്റീസ് കൊണ്ടുവന്നുകൊണ്ട് ഒരുപാട് തൊഴിലവസരങ്ങൾ അതിലൂടെ ചാലക്കുടി നഗരത്തിനും അതിരപ്പള്ളിക്കും ഒക്കെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് അതിൻ്റെ ഒരു സാമ്പത്തികമായ ഒരു വലിയ മാറ്റം നമുക്ക് അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടാവുന്ന രീതിയിലാണ് ഇൻ്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് അതിരപ്പള്ളിയെ മാറ്റാനുള്ള നടപടികൾ. അതിൽ ബഡ്ജറ്റിലിപ്പോൾ നമുക്ക് 7 കോടി രൂപ നമുക്കിപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അവിടുത്തെ പാർക്കിങ്ങും അനുബന്ധ സൗകര്യങ്ങളും അതുപോലെ ഡിജിറ്റൽ ലൈറ്റ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ ആകർഷകമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ വലിയ ഒരു തൊഴിലവസരങ്ങളും വരുമാനവും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന തരത്തിലാണ് നമ്മളത് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ പരിയാരം, മേലൂരൊക്കെയുള്ള കാർഷിക മേഖലകൾ, അനുബന്ധമായ ഒരു ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, റംബുട്ടാനും മംഗോസ്റ്റിനും ഒക്കെ കയറ്റുമതി ചെയ്യാനുള്ള അതിൻ്റെ ഒരു ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ട് കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള നടപടികളും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കും. അതുപോലെ ചാലക്കുടി റീജിയണൽ സയൻസ് സെൻറ്റർ, അവിടെ പ്ലാനറ്റോറിയത്തിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ച് കൂടുതൽ ആളുകളെ, കുട്ടികൾക്ക് വൈജ്ഞാനിക മേഖലയിലേക്കുള്ള താല്പര്യങ്ങൾ, അതോടൊപ്പം തന്നെ അതിനെ ഒരു ഏറ്റവും നല്ല രീതിയിലുള്ളൊരു വൈജ്ഞാനിക കേന്ദ്രമാക്കി മാറ്റാനായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. ഇപ്പോൾ ചാലക്കുടിയിലെ ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ നിർമ്മാണം നമ്മളിപ്പോൾ ഒരു അവസാന ഘട്ടത്തിലാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ കായികമായിട്ടുള്ള ഒരു ഹോസ്റ്റൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു സമഗ്രമായ എല്ലാ ഫുട്ബോളാണെങ്കിലും വോളിബോളാണെങ്കിലും ഷട്ടിലാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് കായിക താരങ്ങൾ വളർത്തിയെടുക്കാനും അതിൻ്റെ ഒരു അനുബന്ധ ഹോസ്റ്റൽ കൂടി സംവിധാനങ്ങൾ ഒരുക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഏറെക്കാലമായിട്ടുള്ള ഒരാവശ്യമാണ് റവന്യൂ ടവർ. ചാലക്കുടി താലൂക്ക് രൂപീകരിച്ചതിന് ശേഷം ചാലക്കുടി താലൂക്ക് ഓഫീസിന് സ്വന്തമായിട്ടൊരു കെട്ടിടമില്ല. ഒരുപാട് റവന്യൂ വിഷയങ്ങൾ, പട്ടയം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, ജനങ്ങളുടെ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു റവന്യൂ ടവർ നമ്മൾ അതിനിപ്പോൾ 11 കോടി രൂപ ഗവൺമെൻറ് ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. റവന്യൂ ടവർ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കൂടുതൽ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യും. അതുപോലെ ഇപ്പോൾ മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഒരു കിൻഫ പാർക്ക് അവിടെ അനുവദിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കിൻഫ പാർക്ക് കൊണ്ടുവന്നാൽ കൂടുതൽ വ്യവസായങ്ങളും തൊഴിലവസരങ്ങളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പുതിയ റോഡിൻ്റെ സൗകര്യങ്ങളും ഒക്കെ നമുക്കത് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ ചാലക്കുടിയിലെ ഗതാഗതക്കുറിക്കൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഒരു 2010 ആരംഭിച്ചാണ് ചാലക്കുടിയുടെ ഒരു അടിപ്പാത. അന്നത്തെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ നിർമ്മാണം 10 വർഷം മുടങ്ങിക്കിടന്നു. അതനുസരിച്ചിട്ടാണ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇപ്പോൾ അതൊരു ചാലക്കുടിയുടെ ഒരു ഹാപ്പനിങ് ഏരിയ ആയിട്ട് ആ മേഖല മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗതാഗതക്കുരുക്ക് ഇപ്പോൾ വളരെ രൂക്ഷമാണ്. അത് പരിഹരിക്കാനായിട്ടുള്ള സാധ്യമായ നടപടികളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്നത് ചാലക്കുടിയുടെ ഏറ്റവും ഹൃദയഭാഗത്തു കൂടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാലത്തിൻ്റെ പ്രദേശമൊക്കെ ഇപ്പോൾ വൃത്തിഹീനമായിട്ട് കിടക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എം.എൽ.എ ഫണ്ടിൽ നിന്ന് തന്നെ 1 കോടി രൂപ നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ
അതൊരു മനോഹരമാക്കി മാറ്റാനായിട്ട് ഉള്ള നടപടികൾ സ്വീകരിക്കും. പിന്നെ കൊരട്ടി എയിംസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. നിരന്തരമായി നമ്മൾ ഗവൺമെൻറ് അതിനുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ കയ്യിൽ തന്നെ ഭൂമിയുണ്ട്, ഒരു ഭൂമി പോലും അക്വയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനുള്ള നടപടികൾ സ്വീകരിക്കും. പൊതുവിൽ കൂടുതൽ വ്യവസായങ്ങളും ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ വരുമാനം ജനങ്ങൾക്ക്, മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തീർക്കാനുള്ള നടപടികൾ ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കും. നമുക്ക് പുതിയ യുവതലമുറ നമ്മുടെ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ അവസരങ്ങളുണ്ടെങ്കിലാണ് അവർ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, കൂടുതൽ വരുമാനം ഉണ്ടാകണം, കൂടുതൽ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകണം. അപ്പം അതിന് ഉപയുക്തമാവുന്ന തരത്തിലുള്ള നമ്മുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. വരുന്നൊരു തലമുറയ്ക്ക് കൂടി നമ്മുടെ നാട്ടിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അപ്പോൾ അതിന് എല്ലാവരും, പഞ്ചായത്തുകളും ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന സഹായങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങളും വിഭവങ്ങളും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചാലക്കുടി എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചാലക്കുടിക്കാരനായ കലാഭവൻ മണിയാണ്. കലാഭവൻ മണിയുടെ പേരിലുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ചാലക്കുടി മണ്ഡലത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ, ചാലക്കുടിയുടെ വികസനത്തിന് എന്തൊക്കെ വേണമെന്നുള്ളത് കലാഭവൻ മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഓട്ടോ സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഇപ്പം നമുക്ക് വേണ്ടത് ഏറ്റവും അടുത്തത് ഇവിടെ വെള്ളം ആകെ കെട്ടിയേക്കുക. അപ്പോൾ അതിനുള്ള കാനകൾ വലിപ്പമുള്ള കാനകളാക്കി മാറ്റണം. എന്നാലാണ് ഈ വെള്ളം പുഴയിലേക്ക് ചാടിക്കുക തന്നെ ചെയ്തത്. ഇപ്പോൾ ഒരു മഴ പെയ്താൽ ഇവിടെയൊക്കെ വെള്ളം വന്നതാണ്. അതാണ് ഫസ്റ്റിലത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം അടിപ്പാത ബ്ലോക്കാണ്. അവിടെ ഒരു അടിപ്പാത ഉണ്ട്, വഴി ആകെ ബ്ലോക്കാവും, ശനിയും തെങ്ങളും ബ്ലോക്ക് വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ഞങ്ങൾക്ക് ഇതിൻ്റെ അടി എന്തെങ്കിലും ചെയ്ത് തരാനുള്ള MLA പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തവണയും പറഞ്ഞിട്ടുണ്ട്, ചെയ്തു തരുമെന്ന് വിചാരിച്ചിരിക്കണം. തെരുവുനായ ശല്യമൊക്കെ ഉണ്ട്. തെരുവുനായ ശല്യം ചാലക്കുടിയിൽ കുറവാണ്, ഇപ്പോൾ കുറവാണ്. ഈ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ. അത് ഒരാൾ നടന്നു പോയാലും ഓടി വന്ന് കടിക്കുക, അങ്ങനെ തന്നെ. അപ്പം ഇവിടുത്തെ മുനിസിപ്പാലിറ്റി വന്ന് ഇടപെടും, അത്രയ്ക്ക് കാര്യം ചെയ്യുള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ അതിൻ്റെ മാഞ്ഞു പോയി, വീണ്ടും അടുത്ത ആൾ കടിക്കുമ്പോൾ വീണ്ടും അവർ ഓടിയെത്തും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ചാലക്കുടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഏറ്റവും ഞങ്ങൾക്ക് ഏറ്റവും വലിയത് ഇതിൻ്റെ അടിയിലൊന്ന് ശരിയാക്കി തരണം. ഇല്ല, അടിപ്പാത ബ്ലോക്ക് ഒന്ന് തീർക്കാനുള്ള വേറൊരു തിരക്കുള്ള ദിവസം വന്നു കഴിഞ്ഞാൽ അടിപ്പാത ജംഗ്ഷനിലേക്ക് പോകാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. ശനി പിന്നെ തിരക്കുള്ള ദിവസം, പെരുന്നാൾ ദിവസങ്ങളിലൊന്നും ഓട്ടോറിക്ഷ തന്നെ ഓടാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. പിന്നെ സ്ഥലമില്ലാത്തതിൻ്റെ വരുന്ന ആൾക്കാർ മുഴുവനും വണ്ടി ഇങ്ങനെ കൊണ്ടിട്ട് അവർ പോവും. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ജീവിതം അരി മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോണതാണ്. അവർ ഒരു വണ്ടി കൊണ്ടിടുക, അവരുടെ കാര്യത്തിന് പോകും. ബ്ലോക്കായി കഴിയുമ്പോൾ ഈ ഓട്ടോക്കാർക്കാണ് ഏറ്റവും കൂടുതൽ. MLA ഇതിനെ അവിടെ വണ്ടി പാർക്ക് ചെയ്യണത് ഒന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. വളരെ സന്തോഷമുണ്ട്. ചാലക്കുടി നഗരസഭയിൽ 37 വാർഡിലായിട്ട് ഏറ്റവും വലിയ സംഘടനയായ ക്രാക്ട് പല വികസന പദ്ധതികളും പല ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നാമത്തെ ആവശ്യം ചാലക്കുടിയിലെ 50,000 വരുന്ന പോപ്പുലേഷനുള്ള ചാലക്കുടിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇവിടുത്തെ ട്രാഫിക് സംവിധാനമാണ്. ആ ട്രാഫിക് സംവിധാനം ഇന്ന് വളരെ രീതിയിൽ വളരെ ജാമായ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെയാണ് അടിപ്പാതയുടെ സംബന്ധിച്ച് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. സാങ്കേതികപരമായി ഉണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കാരണത്താലാണ് ഇന്ന് അടിപ്പാതയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിച്ചത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പദ്ധതിയായിട്ടുള്ള അതിരപ്പള്ളി പദ്ധതി. അതിരപ്പള്ളിയിലേക്ക് ടൂറിസ്റ്റുകൾ ചാലക്കുടിയിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അതിനു വേണ്ടി ചാലക്കുടി ഒരു ഏറ്റവും വലിയ ഒരു സെൻറ്ററായിട്ട് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം ഈ ടൂറിസം മേഖലയിൽ ഒട്ടേറെ വികസനങ്ങൾ ചാലക്കുടിക്ക് ഗുണകരമായി ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴും ഇതൊക്കെ കടലാസിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സമ്പ്രദായമായി നിൽക്കണം. ഇതിനും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ടൂറിസം മേഖലയിലേക്ക് വരുമ്പോൾ ചാലക്കുടി മാർക്കറ്റ്, ചാലക്കുടി ടൗൺ
എന്നീ സ്ഥലങ്ങളിൽ കൂടിയും അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉചിതമായിരിക്കും. ഇതിനും ഉപരിയാണ് ചാലക്കുടിയിലെ ട്രാക്റ്റ് എന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പുഴയോരം റോഡ്, പുഴ ഏകദേശം 4.5 കിലോമീറ്റർ ദീർഘദൂരത്തിൽ ചാലക്കുടി കൂടെ ഒഴുകുമ്പോൾ ആറാട്ടുകടവ് മുതൽ ഏതാണ്ട് തോട്ടവീതി വരെ ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഒരു ദേശീയ പാത തന്നെ അതിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതിനേക്കാൾ ഉപരി ഇവിടെ കലാഭവൻ മണി പാർക്കിനെ പോലെ തന്നെയുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ പുഴ ഒഴുകുമ്പോൾ തന്നെ ജനങ്ങൾ അതിനോടൊപ്പം ഒഴുകുന്ന രീതിയിലേക്ക് ട്രാഫിക് ജാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറിക്കിട്ടാനായിട്ട് ഏറ്റവും സാധിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് പുഴയോരം റോഡ്. ഇത് 1998 ഈ സംവിധാനത്തെക്കുറിച്ചിട്ട് ചാലക്കുടി നഗരസഭ ആലോചിച്ച് തീരുമാനമെടുത്തു. പക്ഷേ തുടർന്ന് പരിപാടി ഉണ്ടായില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ചാലക്കുടിയിലെ തെരുവനായ ശല്യം. ഇത് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ വളരെയേറെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇനിയും പോരായ്മകളുണ്ട്. ഷെൽട്ടർ രൂപീകരിച്ചുകൊണ്ട് അതിന് അടിസ്ഥാന സൗകര്യമായ ആവശ്യം ഉണ്ടാക്കിയെടുക്കണം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ചാലക്കുടിയിൽ ബസ് സ്റ്റാൻഡ്, നോർത്ത് ബസ് സ്റ്റാൻഡ്. ആ നോർത്ത് ബസ് സ്റ്റാൻഡ് വന്നിട്ട് ഏകദേശം 15 വർഷത്തോളമായി. പക്ഷേ ഇതുവരെ അവിടെ ഒരു ബസ് കയറി ഇറങ്ങുന്ന രീതിയിലേക്ക് ആ ബസ് സ്റ്റാൻഡ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. സാങ്കേതികപരമായിട്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കറിയാം, നാളത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇന്ന് നമുക്കറിയാം ലൈവായിട്ട് ഓരോ ആവശ്യങ്ങളും അപ്പോൾ നമുക്ക് ലഭിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് ഓരോ ജീവിത പങ്കാളികളും ജീവിത യാതനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നോർത്ത് ബസ് സ്റ്റാൻഡിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ട്രാം ലൈൻ വന്നു കഴിഞ്ഞപ്പോൾ വികസിക്കേണ്ട ഒരു ബസ് സ്റ്റാൻഡാണ്. പക്ഷേ എന്തുകൊണ്ടോ ആ ബസ് സ്റ്റാൻഡ് ഇന്ന് തെരുവുനായകളുടെയും ടാങ്കർ ലോറികളുടെയും ഒരു ആശ്രയ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ക്രാക്റ്റ് പലവട്ടം ഉന്നയിച്ച ഒരു വിഷയമാണ്. ഇപ്പോൾ ട്രാംബെ റോഡ് വന്നതോടുകൂടി ചാലക്കുടിയിൽ ഏറ്റവും വലിയ തിരക്കുള്ളൊരു സ്ഥലമായി മാറി. അപ്പോൾ ട്രാംബെ റോഡിൻ്റെ ഇരുവശങ്ങളും വീതി വെപ്പിച്ചുകൊണ്ട് അവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ വണ്ടികൾ റോഡ് സൈഡിലിട്ട് ആ ട്രാഫിക് സംവിധാനം ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നമുക്കറിയാം എല്ലായിടത്തും കാലോചിതമായ മാറ്റങ്ങൾ വരുമ്പോൾ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റെപ്പ് അടച്ചിട്ടിരിക്കുകയാണ്, കോണിപ്പണി അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രായമായ ആൾ അങ്ങോട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ. അതേപോലെ തന്നെ നമുക്കറിയാം ചാലക്കുടിയിൽ കൂടുതൽ ട്രെയിൻ നിർത്തേണ്ട സംവിധാനം ഇതുവരെ ആയിട്ടില്ല. പലരോടും ഞാനും ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്ന നിലയ്ക്ക് ദിനേശനും കൂടി മെമ്മോറണ്ടം കൊടുത്തുകൊണ്ട് പോലും ചാലക്കുടിക്ക് ആവശ്യമായിട്ടുള്ള വണ്ടികൾ നിർത്തി തരുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായൊരു അവസ്ഥ ഇന്ന് ചാലക്കുടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഈ ആലുവയിൽ നിന്ന് മെട്രോ ട്രെയിൻ ചാലക്കുടിക്ക് നീട്ടണമെന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സനീഷ് കുമാർ MLA അതിനുവേണ്ടി അസംബ്ലിയിൽ വരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അതും ഇന്ന് ഇലക്ട്രിക് പോസ്റ്റ് കുഴിച്ചിട്ടമാതിരി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചാലക്കുടിക്ക് ചെയ്തു കിട്ടാവുന്നത് ചാലക്കുടിയുടെ വികസനത്തിന് വേണ്ടി ചാലക്കുടിയിലെ ജനങ്ങൾ യാചിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അത് യഥാസമയം ലഭ്യമാക്കണമെന്നാണ് ക്രാക്റ്റ് ആവശ്യപ്പെടുന്നത്. ക്രാക്റ്റിന് ഇത് ആവശ്യപ്പെടാനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ ക്രാക്റ്റ് എല്ലാ വാർഡിലും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഉപരി നമുക്ക് 50 റെസിഡൻസ് അസോസിയേഷനുള്ള ക്രാക്റ്റ് ഇന്ന് ചാലക്കുടിയിലെ ഏറ്റവും വലിയ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുക, നന്മ ലഹരിക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്നു. നമ്മൾ പറയുന്നു ഇപ്പോൾ ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് ഈ ക്രാക്റ്റ് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് ഞങ്ങളും യോഗങ്ങൾ വിളിച്ച് ഇതേ രീതിയിലുള്ള എല്ലാ പരിപാടികളും സംഘടിപ്പിക്കണമെന്നാണ് ക്രാക്റ്റിൻ്റെ ആഗ്രഹം. ക്രാക്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫുട്ബോൾ മേള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എടുത്തു പറയുന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. ലഹരി ഇന്ന് കുട്ടികളിൽ വളരെയേറെ കൂടുതൽ വന്നതുകൊണ്ട് കുടുംബങ്ങളുടെ കലഹങ്ങൾ, അതേപോലെ തന്നെയാണ് മനുഷ്യരഹിതമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളിലേക്ക് ഈ ലഹരി മനുഷ്യനെ കൊണ്ടു നടത്തുന്നത്. അവരറിഞ്ഞിട്ടല്ല എങ്കിലും
ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഈ സമയം ഗവൺമെൻറ് എടുത്തു എന്നുള്ളതിന് ഗവൺമെൻറ്റും ഈ സമയം നന്ദിയോടെ ക്രാക്ക് ആലോചിക്കുകയാണ്. ഈ പറഞ്ഞ വികസന കാര്യങ്ങളിലേക്ക് ട്രാഫിക് ജാമിൻ്റെ കാര്യത്തിലായാലും സൗത്ത് ജംഗ്ഷനിൽ നമുക്കറിയാം, സൗത്ത് ജംഗ്ഷനിൽ നമ്മുടെ റോഡുകൾ ഇടുങ്ങിയതായതുകൊണ്ട് തന്നെ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ചാലക്കുടി നഗരസഭയോട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ റോഡുകൾക്കും പേരിടണമെന്നും എല്ലാ റോഡുകൾക്കും പേരിട്ടുകൊണ്ട് തന്നെ ഈ നഗരസഭ അതിന് നമ്പർ കൊടുക്കണമെന്ന് ക്രാക്ക് ആവശ്യപ്പെട്ടു. പക്ഷേ അതും ഇതുവരെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒട്ടേറെ വികസന പദ്ധതികൾ ചാലക്കുടിക്ക് ആവശ്യമുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ക്രാക്ക് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് അതേപോലെ തന്നെ എല്ലാ നന്മ നിറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ക്രാക്ക് എന്നും ഒപ്പമുണ്ടാവുമെന്നാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ ക്രാക്കിന് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ക്രാക്ക് ചാലക്കുടിയിലെ ഏറ്റവും പ്രമുഖമായ സംഘടനയാണ്. ക്രാക്ക് പലപ്പോഴും ഞങ്ങൾ പല കാര്യങ്ങളും അഭിപ്രായങ്ങളും ആവശ്യങ്ങളും പറയുമ്പോൾ തന്നെ അതിനുള്ള പരിഹാര മാർഗങ്ങൾ കൂടി ഞങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. കാരണം ചാലക്കുടിയുടെ വികസനം എല്ലാം വളരെ ശാസ്ത്രീയപരമായി ചെയ്യേണ്ട പല കാര്യങ്ങളുമാണ് നിലവിലുള്ളത്. പക്ഷേ അല്പം വികസന പ്രവർത്തനം നടത്തുമ്പോൾ അത് മുഴുമിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ നിലവിലുണ്ട്. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് ട്രാഫിക് സംവിധാനം. ഈ ട്രാഫിക് സംവിധാനം ഇത്ര രൂക്ഷമാവാൻ കാരണം ചാലക്കുടിയിൽ ഉണ്ടായിരുന്ന ട്രാഫിക് യൂണിറ്റ് ഏകദേശം 10ഓളം വരുന്ന സ്റ്റാഫ്, ഒരു SI ഉൾപ്പെടെയുള്ള സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആ ട്രാഫിക് യൂണിറ്റ് നിർത്തലാക്കിയതാണ്. ബഹുമാനായ MLA ശ്രീ സനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഈ കാലഘട്ടത്തിൽ ആ ട്രാഫിക് യൂണിറ്റ് പരിഷ്കരിച്ച് ആ ട്രാഫിക് യൂണിറ്റ് ഇവിടെ പുനഃസ്ഥാപിക്കാനുള്ള സത്വര നടപടി ഉണ്ടാകുമെന്നാണ് ക്രാക്ക് പ്രതീക്ഷിക്കുന്നത്. കാരണം ഹൈവേയോട് ചേർന്നുള്ള സ്റ്റേഷൻ എന്നതിലുപരി ഏറ്റവും കൂടുതൽ ടൂറിസം മേഖല, അതിരപ്പള്ളിയെ കണക്ട് ചെയ്തുകൊണ്ടും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഏറ്റവും വികസനപ്രദമായ ചാലക്കുടിക്ക് ട്രാഫിക് യൂണിറ്റ് അനിവാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, മഴ പെയ്താൽ ഓരോ റെസിഡൻറ്റ് അസോസിയേഷനിലും ഓരോ വീട്ടുകാരും അവരുടെ ഉൽപ്പന്നങ്ങൾ, വീട്ടിലെ സാധനങ്ങൾ മുകളിൽ കയറ്റി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന തരത്തിലുള്ള വെള്ളപ്പൊക്ക ഭീഷണിയാണ് നമുക്കുള്ളത്. ക്രാക്ക് അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ സൗത്ത് ജംഗ്ഷൻ മുതലുള്ള മഴവെള്ളം പറയന്തോട്ടിലേക്ക് പോകുക, അതിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. കോട്ടച്ചിറയിൽ നിന്നും ആരംഭിക്കുന്ന പറയന്തോട് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4.5 കിലോമീറ്റർ വരുന്ന ഈ പറയന്തോടിനെ പുനഃസ്ഥാപിച്ചാൽ, അതിനെ സംരക്ഷിച്ചാൽ മാത്രമേ ചാലക്കുടി സൗത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. ഈ വെള്ളക്കെട്ട് ഒഴിവാക്കണമെങ്കിൽ ചാലക്കുടിയിലെ പറയന്തോട് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടതുണ്ട്, കയ്യേറ്റങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ചാലക്കുടി SH കോളേജിന് മുൻവശം PW റോഡിനും കുറുകെയുള്ള പാലം പൊളിച്ചു കളഞ്ഞ് മറ്റൊരു പാലം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇതെല്ലാം സംയോജിതമായി ചെയ്യേണ്ടതുണ്ട്. 2018 PWD റോഡിന് കുറുകെയുള്ള പാലം പൊളിച്ചു പണിയാൻ MLA നേതൃത്വം നൽകി, എസ്റ്റിമേറ്റ് എടുത്തു. സർക്കാർ പണം അനുവദിച്ചില്ല. ബഹുമാനപ്പെട്ട സനീഷ് കുമാർ ജോസഫ് അവറുകൾ ഈ കാലഘട്ടത്തിൽ ആ പാലം പൊളിച്ചു പണിത് ആ പാലത്തിൻ്റെ വീതി കൂട്ടി പറയന്തോടിനെ കെട്ടി സംരക്ഷിച്ച് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ വെള്ളപ്പൊക്കത്തിന് പരിഹാരമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ചാലക്കുടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഡാം മാനേജ്മെൻറ്റ്. നമുക്കറിയാം, കേരളത്തിൽ ചാലക്കുടിക്ക് മുകളിലുള്ള 5ഓളം വരുന്ന ഡാമുകൾ ചാലക്കുടിയിലെ പ്രളയ ഭീഷണിയാണ്. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനത്തെ ഡാമായ പെരിങ്ങൽകുത്ത് ഡാം നമുക്കറിയാം 32 MCM വെള്ളം മാത്രമേ അതിൽ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ മുകളിലുള്ള ഓരോ ഡാമുകളും 200, 300, 150 MCM വെള്ളം കെട്ടിനിർത്തിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ആ ഡാമുകളിൽ നിന്നും വെള്ളം തുറന്നു വിട്ടാൽ 2 മണിക്കൂറുകൾക്ക് ശേഷം ചാലക്കുടി മഴവെള്ളപ്പൊക്ക ഭീഷണിയിലാകുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലവിലുള്ളത്. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയോടും അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയോടും ക്രാക്ക് ഈ വർഷം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ ഒരു ഡാം മാനേജ്മെൻറ്റ് സംവിധാനം നമുക്കുണ്ടാകണം. ഡാമിലെ വെള്ളത്തിൻ്റെ അളവ് അത് പൊന്തി വരുമ്പോൾ, ആ വെള്ളം കൂടി വരുമ്പോൾ കൃത്യമായ അലർട്ട് സംവിധാനം സ്ഥാപിക്കണം. ഇന്ന് AI സംവിധാനം നിലവിലുള്ള സംസ്ഥാനമാണ് കേരളം. ഡാമിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണി പൊതുജനങ്ങൾക്കും രാഷ്ട്രീയ, സാംസ്കാരിക, റെസിഡൻറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കുമൊക്കെ അറിയാൻ കഴിഞ്ഞാൽ അത് തന്നെ നമുക്കുള്ള ഏറ്റവും വലിയൊരു സുരക്ഷാ മാർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെ ഡാം മാനേജ്മെൻറ്റ് കൃത്യമായി പരിപാലിക്കാനുള്ള സംവിധാനം ഈ സർക്കാരിൻ്റെയും ബഹുമാനപ്പെട്ട MLAയുടെയും ഭാഗത്തുനിന്നുണ്ടാകണം. ചാലക്കുടിയുടെ വികസനത്തിന് ഏറ്റവും പ്രധാനമായ അതിരപ്പള്ളിയിൽ ലൈറ്റിംഗ്, രാത്രികാല ടൂറിസം സംവിധാനം നടപ്പിലാക്കാനുള്ള ഈ സർക്കാരിൻ്റെ 5 കോടി രൂപ വിനിയോഗിക്കുകയും അതുവഴി അതിരപ്പള്ളിയുടെ രാത്രികാല ടൂറിസം പരിപോഷിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനുവേണ്ടി കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ക്രാക്ക് ഒരു നിവേദനം തന്നെ നൽകിയിട്ടുണ്ട്. ഭരണാനുമതി നൽകാനും പരിതസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള
അനുമതി നൽകണമെന്നും ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ സുരേഷ് ഗോപി അവരോട് തന്നെ ക്രാക്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിരപ്പള്ളിയുടെ വികസനം എന്ന് പറഞ്ഞാൽ അത് ചാലക്കുടിയുടെ വികസനമാണ്, ചാലക്കുടി ജനതയുടെ വികസനമാണ്. ഇതെല്ലാം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മുടെ MLAക്കും ബഹുമാനപ്പെട്ട MP ക്കും അതിലുപരി സർക്കാരിനും കഴിയട്ടെ എന്നാണ് ക്രാക്റ്റിന് ആവശ്യപ്പെടാനുള്ളത്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് കൃഷിയിലൂടെ ടൂറിസവും വ്യാവസായികമായ വളർച്ചയിലൂടെ മണ്ഡലത്തെ വളർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ.